കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ കൂടി ഒന്നിച്ചു കൂടുവാൻ കർത്താവ് തിരുമനസ്സായതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. അധ്വാനിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ പിന്നാലെ ചെല്ലാനാണ് പറഞ്ഞത്. കാരണം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അപ്പോൾ അധ്വാനിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിൻ്റെ കരവുണ്ട്. ഇന്ന് നമ്മളുടെ സ്വർഗീയ പിതാവിൻ്റെ കരം നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകുവാൻ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ദൈവം നമ്മളുടെ കൂടെയുണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമുക്കെല്ലാം തക്ക സമയത്ത് നമുക്ക് തരുന്ന ദൈവം, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ കൊണ്ടു നടക്കുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ആ ദൈവം നമ്മളോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ. ഒരാളും രണ്ടാളുമല്ല, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ഒന്നുമല്ല, സമസ്ത ജനവും എല്ലാവരും. കാരണം ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും. മനുഷ്യൻ ജാതി തിരിച്ചു വച്ചിരിക്കുന്നെങ്കിലും ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സമസ്ത ജനത്തിൻ്റെയാണ്. അങ്ങനെ സമസ്ത ജനത്തിൻ്റെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളെല്ലാവരും യേശുവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് യേശുവിനെ മുറുകെ പിടിക്കാം, യേശുവിൻ്റെ മക്കളായിരിക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ നമുക്ക് വേണ്ട വിധത്തിൽ സഹായിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അത്ര ശക്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ നമ്മൾ ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്താൻ കഴിവുള്ള സ്വർഗീയ പിതാവ്, ആ പിതാവിൻ്റെ കരങ്ങളെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നോട് പ്രാർത്ഥന ചോദിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ പിതാവേ. അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് വാരിച്ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. കർത്താവേ, ഈ ലോകം മുഴുവനുമുള്ള സമസ്ത ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. അതോടൊപ്പം എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഓരോ കുടുംബത്തിലും കുറവുകളെല്ലാം നിറവുകളാക്കാൻ എൻ്റെ കർത്താവേ അങ്ങ് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കരുതൽ കൊണ്ട് ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഇന്ന് രോഗാവസ്ഥയിലായിരിക്കുന്ന ആശുപത്രികളിലും വീടുകളിലുമൊക്കെയും രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ എല്ലാം തൊടണമേ, അനുഗ്രഹിക്കണമേ. അവർക്കാവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.